ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ഒരു ദിവസം ആരംഭിച്ചത് എങ്ങനെയാണ് രാഷ്ട്രീയമായി, വാർത്തകളുടെ ഒരു ലോകം എന്നാലോചിച്ചാൽ ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. CPI മന്ത്രിമാർ വിട്ടുനിന്നേക്കും. CPIയും CPMും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നിൽക്കുന്നു. അങ്ങനെ വളരെ വലിയൊരു സ്തോഭജനകമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ കേരളത്തിലെ ഏതാണ്ട് ഇടതുമുന്നണി രാഷ്ട്രീയം തന്നെ അങ്ങ് സ്തംഭിച്ചു നിൽക്കുന്നു എന്ന നിലയിലേക്ക് ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു മാധ്യമ പരിസരത്ത് നിന്നാണ് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയത്. ഉച്ചവരെ അതല്ലാതെ വേറൊന്നുമില്ലാത്ത മട്ടിൽ നിന്നു. പക്ഷേ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന് പറയുമ്പോഴും മാധ്യമങ്ങളും എല്ലാം കരുതി വെച്ചതും തയ്യാറെടുത്ത് നിന്നതും ഏത് നിലയ്ക്കാണെന്ന് പറയാതെ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷേ നോക്കൂ, ആ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് ഒരു മുന്നണി സംവിധാനത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭിന്നതയുണ്ടാകുമ്പോൾ എന്താണ് ഒരു മുന്നണി രീതി എന്നുള്ളത് കൂടി കാട്ടിത്തന്നു. അതിൽ ആ മുന്നണിയിലെ ഘടകകക്ഷി മന്ത്രിമാരെല്ലാം ഉൾപ്പെട്ട ഒരു ഉപസമിതി ഉണ്ടാകുന്നു. ആ ഉപസമിതിയുടെ അധ്യക്ഷനായി പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ വരുന്നു. അവർ പഠിച്ച് റിപ്പോർട്ട് നൽകി അതുവരെ അതിൻ്റെ ഈ ധാരണാപത്രത്തിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകില്ല, അത് കേന്ദ്രത്തെയും അറിയിക്കും എന്ന പ്രശ്നത്തിന് വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി അതേക്കുറിച്ച് പറയുകയും ചെയ്തു. ആ സമിതി അത് പരിശോധിക്കട്ടെ, പഠിക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഇതിനകത്ത് എവിടെയാണ് മുൻവിധിയുള്ളത്, എവിടെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ മടിയുള്ളത്, പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക, പരസ്പരം ചർച്ച ചെയ്യുക, സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിലൂടെ ധാരണയിലേക്കും തീരുമാനത്തിലേക്കും പോവുക എന്ന ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ രീതി വളരെ സ്പഷ്ടമായി തന്നെ കാഴ്ചവെച്ചു. അതിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് മാറിയൊരു മാറ്റം ആലോചിച്ച് നോക്കൂ. വളരെ സുപ്രധാനമായ തീരുമാനങ്ങളെടുത്ത് ഈ പറഞ്ഞതൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത വണ്ണം ലക്ഷക്കണക്കായ മനുഷ്യരുടെ, അങ്ങനെ കോടിക്കണക്കായ മലയാളികളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന, കുടുംബങ്ങളെ സ്പർശിക്കുന്ന സമസ്ത മേഖല, ഗസ്റ്റ് ലെക്ചർമാർ, റബ്ബർ കർഷകർ, നെൽകർഷകർ, അതുപോലെ തന്നെ അംഗനവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ പാചക തൊഴിലാളികൾ, ഞാൻ സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള പുതിയ പെൻഷൻ, അങ്ങനെ എത്ര മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മന്ത്രിസഭാ യോഗം എത്രമാത്രം കേരളത്തിൻ്റെ എല്ലാ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാ മേഖലകളെക്കുറിച്ചും ചിന്തിച്ച് അത് ഏതാണ്ട് ഒരു 2 മണിക്കൂർ സമയത്ത് മന്ത്രിസഭാ യോഗത്തിൽ രൂപപ്പെട്ടതാണ് എന്ന് ആരും കരുതുന്നില്ല. എത്രയോ കാലത്തെ ഹോംവർക്കിലൂടെ ഗൃഹപാഠം ചെയ്ത് ആരെയൊക്കെയാണ് ഈ ഘട്ടത്തിൽ ചേർത്ത് പിടിക്കേണ്ട, ആർക്കൊക്കെയാണ് ഇനി കൊടുക്കുക, അതുപോലെ ക്ഷേമനിധിയിലെ കുടിശ്ശികൾ ഉടൻ കൊടുക്കാൻ വേണ്ടി എടുത്ത തീരുമാനങ്ങൾ, ഇങ്ങനെ എത്ര കാലത്തെ ആലോചനകൾ, തീരുമാനങ്ങൾ, പരിശോധനകൾ, തീരുമാനങ്ങൾ, ഇതെല്ലാം മന്ത്രിസഭാ യോഗത്തിലേക്ക് വരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ അതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നു. അപ്പോൾ അതിനിടയിലാണ് ഈ ചെറിയ വിവാദങ്ങളിൽ ഇങ്ങനെ അഭിരമിച്ച് നിൽക്കുമ്പോൾ അതിനുമൊക്കെ അപ്പുറത്ത് അതുക്കും മേലെ എത്രയോ തലങ്ങളിൽ ഒരു സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞത്. അത്ര പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്, തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനിയും മാസങ്ങൾ കിടക്കുന്നു, പക്ഷേ ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തുന്ന ഈ പ്രഖ്യാപനങ്ങൾ കൊടുത്തുകൊണ്ടാണ്, അല്ലാതെ തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പ്രഖ്യാപിക്കുന്ന ചില ഏർപ്പാടുകളല്ല ഇത്. ഇനി വരുന്ന 6-7 മാസക്കാലം ഈ പുതുക്കിയതും പുതിയതുമായ ഈ പ്രഖ്യാപനങ്ങൾ, ഈ പദ്ധതികൾ, സാമ്പത്തിക പദ്ധതികൾ, പെൻഷൻ പദ്ധതികൾ കൊടുത്തുകൊണ്ട് തന്നെ ജനങ്ങളോട് സംസാരിക്കും. അതിലൂടെ കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ആ തുടർച്ച ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെയാണ് എന്നാണ് മുഖ്യമന്ത്രിയാകട്ടെ അതിനുശേഷം സംസാരിച്ച ധനകാര്യമന്ത്രിയൊക്കെ പറഞ്ഞു വെച്ചത്.